ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് ഫെഡറേഷൻ CITU ആഗസ്റ്റ് 5-6 തീയതികളിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കും. ജില്ലാ ലോട്ടറി ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തും. ഓണം ബമ്പർ ടിക്കറ്റിന്റെ കമ്മീഷൻ വെട്ടിക്കുറച്ച നടപടി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രക്ഷോഭം നടത്തുക. ലോട്ടറി ടിക്കറ്റുകളുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കണമെന്നും ലോട്ടറി ഓഫീസിൽ നിന്ന് സമ്മാനാർഹമായ ടിക്കറ്റുകളടക്കം മോഷണം പോയ സംഭവത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും സംഘടനാ സംസ്ഥാന വൈസ് പ്രസിഡന്റ് MV ജയരാജൻ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ലോട്ടറി ടിക്കറ്റിന് കഴിഞ്ഞ വർഷത്തേക്കാൾ 10 രൂപയാണ് കമ്മീഷൻ വെട്ടിക്കുറച്ചത്. ഇത് ലോട്ടറി ഏജന്റന്മാരെയും തൊഴിലാളികളെയും പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് വെട്ടിക്കുറച്ച ലോട്ടറി ടിക്കറ്റിന്റെ കമ്മീഷൻ പുനഃസ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും സമ്മാനാർഹമായ ലോട്ടറി ടിക്കറ്റിന്റെയും വിൽപ്പന നടത്താത്ത ലോട്ടറി ടിക്കറ്റിന്റെയും ലോട്ടറി ഓഫീസുകളിൽ സൂക്ഷിച്ചിരുന്നത് മോഷണം പോയത് കേരളത്തിൽ ആദ്യത്തെ സംഭവമാണ്. ഇത് ലോട്ടറി തൊഴിലാളികൾക്കും ഏജന്റുമാർക്കും വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയത്. സമ്മാനാർഹമായ ടിക്കറ്റുകൾ ചെറുകിട ഏജന്റന്മാരും വിൽപ്പനക്കാരും സമ്മാനാർഹമായ ടിക്കറ്റിന്റെ ഉടമസ്ഥരിൽ നിന്ന് വാങ്ങുകയും സമ്മാനത്തുക 5000 രൂപ വരെയുള്ളത് ലോട്ടറി ഓഫീസിൽ അത് സമർപ്പിച്ച് തുക കിട്ടുന്നതിന് മുമ്പ് തന്നെ ബന്ധപ്പെട്ടവർക്ക് ഏജന്റുമാരും വിൽപ്പനക്കാരും നൽകും. ഒരു ഏജന്റിനും മാത്രം ഇങ്ങനെ സമ്മാനാർഹമായ ടിക്കറ്റ് ലോട്ടറി ഓഫീസിൽ ഹാജരാക്കിയതിനെ തുടർന്ന് തത്തുല്യമായ തുകയുടെ ടിക്കറ്റുകൾ നൽകാത്തതിനാൽ 3,26,900 രൂപ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എറണാകുളം, പത്തനംതിട്ട, നെയ്യാറ്റിൻകര ഈ ലോട്ടറി ഓഫീസുകളിൽ നിന്നാണ് ലോട്ടറി ടിക്കറ്റുകൾ മോഷണം പോയത്. നമ്മൾ സാധാരണ പറയാറുണ്ട്, സ്വർണ്ണക്കെട്ടി ഉറുമ്പ് അരിക്കുക എന്നത്. ഏതാണ്ട് അതുപോലെ ലോട്ടറി ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ കറൻസി നോട്ടിന് സമമാണ്. ലോട്ടറി ടിക്കറ്റ് അച്ചടിക്കുന്നത് സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള പ്രൊസസ്സിലാണ്. നിയമത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്, ടിക്കറ്റ് അച്ചടിക്കുന്നത് കറൻസി നോട്ടിന്റെ അത്രയും സൂക്ഷ്മതയും ഗൗരവവും ഉൾക്കൊണ്ടുകൊണ്ട് അച്ചടിക്കണമെന്ന്. ആ അച്ചടിച്ച ലോട്ടറി ടിക്കറ്റ് സൂക്ഷിക്കുന്നതിൽ ലോട്ടറി ഓഫീസിൽ നിന്ന് ഗുരുതരമായ തെറ്റ് സംഭവിക്കുകയാണ്. ഇതിന്റെ ഫലമായി നഷ്ടം സംഭവിക്കുന്നത് ലോട്ടറി ടിക്കറ്റുകൾ സമ്മാനാർഹമായ തുക ബന്ധപ്പെട്ടവർക്ക് നൽകി ലോട്ടറി ഓഫീസിൽ ഹാജരാക്കിയ ഏജന്റിനും വിൽപ്പനക്കാരനുമാണ്. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, സാധാരണ ചെയ്യാറ് ഈ സമ്മാനാർഹമായ തുക ഏജന്റും വിൽപ്പനക്കാരനും സമ്മാനം നേടിയ ആളുകൾക്ക് കൊടുത്താലും ഈ ടിക്കറ്റ് ലോട്ടറി ഓഫീസിൽ ഹാജരാക്കിയാൽ അതിന് തത്തുല്യമായ ടിക്കറ്റാണ് ഏജന്റിനും വിൽപ്പനക്കാർക്കും കൊടുക്കുന്നത്. അതുകൊണ്ട് നഷ്ടപ്പെട്ട സമ്മാനാർഹമായ ലോട്ടറി ടിക്കറ്റിന്റെ തത്തുല്യമായ ടിക്കറ്റുകൾ പുതിയത് ബന്ധപ്പെട്ട ഏജന്റുകൾമാർക്കും വിൽപ്പനക്കാർക്കും നൽകണം. അതീവ ഗൗരവമായ മറ്റൊരു പ്രശ്നം പുതുതായി കേരളത്തിൽ കാണുന്നത് ഓൺലൈൻ ലോട്ടറി, എഴുത്ത് ലോട്ടറി, ഒറ്റ നമ്പർ ലോട്ടറി എന്നിവ പലയിടങ്ങളിലും നടന്നു വരുന്നുണ്ട്. അത് കർശനമായി തടയണം. അതിന് ഇന്ന് നിലവിലുള്ള നിയമത്തിൽ പര്യാപ്തമായ വ്യവസ്ഥയില്ല. പുതിയ വ്യവസ്ഥകളോടുകൂടി നിയമം കൊണ്ടുവരണം. PK ശ്രീമതിക്കെതിരെ വന്ന വാർത്ത അത്യന്തം വേദനാജനകമാണെന്നും ഏതൊരു സ്ത്രീക്കും അന്തസ്സുണ്ടെന്നും MV ജയരാജൻ പറഞ്ഞു. പയ്യന്നൂരിൽ ഷെഡ് കത്തിച്ച സംഭവത്തിൽ T പുരുഷോത്തമനും V കുഞ്ഞികൃഷ്ണൻ MLA-യും പോലീസിനെതിരെ സമരം ചെയ്യുകയാണ്. MLA ഉന്നയിച്ച വിമർശനത്തിന് ആഭ്യന്തരമന്ത്രി മറുപടി പറയണമെന്നും MV ജയരാജൻ ആവശ്യപ്പെട്ടു.
AKG Memorial Cooperative Hospital, Kannur.